ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്ന് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ നടക്കുന്ന ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ റയൽ മാഡ്രിഡും ബൊറൂസിയ ഡോർട്ട്മുണ്ടും തമ്മിലാണ് ഏറ്റുമുട്ടുക. ഇന്ന് അർദ്ധരാത്രി ഇന്ത്യൻ സമയം 1:30 ഈ മത്സരം നടക്കുക. ഈ മത്സരത്തിൽ ബെല്ലിംഗ്ഹാം ഡെർബി നടക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നു. കാരണം ജൂഡ് ബെല്ലിംഗ്ഹാം റയലിന് വേണ്ടിയും അനിയൻ ജോബ് ബെല്ലിംഗ്ഹാം ബൊറൂസിയയ്ക്ക് വേണ്ടിയുമാണ് കളിക്കുന്നത്. പക്ഷേ ജോബിന് യെല്ലോ കാർഡ് ലഭിച്ചത് കൊണ്ട് തന്നെ സസ്പെൻഷൻ ലഭിച്ചു എന്നതാണ്. ഇതേക്കുറിച്ച് ഇപ്പോൾ ജൂഡ് ബെല്ലിംഗ്ഹാം സംസാരിച്ചിട്ടുണ്ട്. അതായത് തങ്ങൾക്കിടയിലുള്ള ഒരു പൊതുവായ കാര്യം, അത് എപ്പോഴും സസ്പെൻഷൻ ലഭിക്കും എന്നാണ് ഇപ്പോൾ ബെല്ലിംഗ്ഹാം പറഞ്ഞിട്ടുള്ളത്. ജൂഡിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ജോബിൻ്റെ കാര്യത്തിൽ എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട്. അദ്ദേഹം നാളത്തെ മത്സരത്തിൽ ഇല്ല എന്നുള്ളത് നിരാശാജനകമായ ഒരു കാര്യം തന്നെയാണ്. ഞങ്ങൾക്ക് രണ്ടാൾക്കിടയിലും ഒരു സാമ്യതയുണ്ട്, എന്തെന്നാൽ എപ്പോഴും ഞങ്ങൾ സസ്പെൻഡ് ചെയ്യപ്പെടും. ഇതാണ് ജോബിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ബെല്ലിംഗ്ഹാം പറഞ്ഞിട്ടുള്ളത്. അതേസമയം നിക്കോ വില്യംസിനെ കൊണ്ടുവരുന്നതിൽ FC ബാഴ്സലോണ പരാജയപ്പെട്ടിരുന്നു. ഇതേക്കുറിച്ച് ബെല്ലിംഗ്ഹാമിനോട് ചോദിക്കപ്പെട്ടിരുന്നു. എന്ത് തോന്നുന്നു ഈ ഒരു വിഷയത്തിൽ എന്നായിരുന്നു ജൂഡിനോട് ചോദിച്ചത്. അതിന് അദ്ദേഹം മറുപടി നൽകിയത് ഇങ്ങനെയാണ്: നിക്കോ വില്യംസ് ബാഴ്സയിലേക്ക് എത്തിയില്ല എന്നുള്ളത് എന്നെയോ എൻ്റെ ക്ലബിനെയോ ബാധിക്കുന്ന വിഷയമല്ല, അതുകൊണ്ട് തന്നെ ഞാനത് മൈൻഡ് ചെയ്യുന്നില്ല. ഇതാണ് ജൂഡ് ബെല്ലിംഗ്ഹാം ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഇന്നത്തെ മത്സരത്തിൽ ബൊറൂസിയെ കീഴടക്കുക എന്ന ഒരു വലിയ വെല്ലുവിളിയാണ് ഇപ്പോൾ റയലിനെ കാത്തിരിക്കുന്നത്. ഈ മത്സരത്തിലെ വിജയികൾക്ക് PSG-യും ബയേണും തമ്മിൽ ഏറ്റുമുട്ടുന്ന മത്സരത്തിലെ വിജയികളെ ആയിരിക്കും സെമി ഫൈനലിൽ നേരിടേണ്ടി വരിക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കൊണ്ടും കാണാം.